ഇന്ന് ഞാൻ ഉഴുന്ന് വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഏതറിയാത്തവർക്കും ഇതേപോലെ ചെയ്യാന്ന് വെച്ചാൽ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉഴുന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. ഇതൊന്നും നമുക്ക് ഒരു 3 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം കേട്ടോ. ഞാനിപ്പോൾ തലേന്ന് കുതിർത്തിട്ട് രാവിലത്തേക്കാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതൊന്ന് കുതിർത്ത് വെക്കട്ടെ. അപ്പോൾ ഇതാ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഫോളോ ചെയ്യാനും മറന്നു പോകരുത്. ഞാനിവിടെ തലേന്ന് തന്നെ കുതിർത്ത് വെച്ചിന് കേട്ടോ. അപ്പം ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ ഇത് കുതിർത്ത് വെച്ചത്. അപ്പോൾ അതാ ഇത് നൊരയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വെള്ളം ഞാൻ കഴുകിയിട്ട് കളയും കേട്ടോ. ഇത് ഈ ഒരു വെള്ളം വേണ്ട. അപ്പോൾ ഇത് നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ജാറിലൊന്ന് അടിച്ചെടുക്കാം. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് മിക്സിൻ്റെ ജാറിൽ അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ നിങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ ഏതറിയാത്തവർക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഭാഗം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. വെള്ളം ചേർക്കണ്ട കേട്ടോ ഈ ഒരു സമയത്ത്. ഇതേപോലെ അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ തണുത്ത വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല തണുത്ത നമ്മളെ ഫ്രിഡ്ജിലൊക്കെ വെച്ച വെള്ളമില്ലേ അത് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ നല്ല പേസ്റ്റ് പോലെ നമുക്ക് കിട്ടും കേട്ടോ. നല്ലോണം അരയണം കേട്ടോ. ഈ ഒരു വൈറ്റ് കളറായിട്ട് വരണം കേട്ടോ. ഈ ഒരു വൈറ്റ് കളറാകുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കുക. ഇത് അരയ്ക്കുന്ന സമയത്ത് മിക്സി ചൂടാകുന്നെന്ന് തോന്നിയാൽ 1 ടീസ്പൂണും കൂടി തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുക. അല്ലെ ഐസും കട്ട ഉണ്ടെങ്കിൽ ചെറിയൊരു കട്ട അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ ഉപ്പ് ചേർത്തിക്കില്ല അതിന് കേട്ടോ. ഇപ്പം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാനേ. ബാക്കിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ അടിച്ചിക്കില്ല അതേപോലെ തന്നെ അടിച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കുക. ഉപ്പ് എന്നിട്ട് കറക്റ്റാണെന്ന് നോക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ലാസ്റ്റ് കുറച്ചും കൂടി പൊടിയുപ്പ് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ഹാർട്ടോ ഒരു സ്മൈലോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഇതാ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഞ്ചി, പച്ചമുളക് അതുപോലെ തന്നെ കറിവേപ്പിലാണ് എടുത്തത്. വെളുത്തുള്ളി വേണ്ട കേട്ടോ. പിന്നെ വലിയുള്ളിൻ്റെ ഒരു ചെറിയൊരു ഭാഗവും കൂടി എടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ കൈ കൊണ്ട് തന്നെ. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വലിയ പാത്രം തന്നെ എടുത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വലിയുള്ളി ഇതേപോലെയാണ് ഞാൻ കട്ട് ചെയ്തത്. ചെറിയ പീസാക്കിയിട്ട് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ മുഴുവനായിട്ടും ചെറിയ കുഞ്ഞു പീസാക്കിയിട്ട് അരിഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒന്ന് ഞമണ്ടിയിട്ട് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. എന്നാലാണ് കറക്റ്റ് ടേസ്റ്റ് അതിന് കിട്ടുക. ഈ ഒരു ഇഞ്ചിൻ്റെ അതുപോലെ തന്നെ കറിവേപ്പിലിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇതിലേക്ക് വരണമെങ്കിൽ അതൊന്ന് ചെറുങ്ങനൊന്ന് ഞരടി കൊടുക്കണം കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് കൈ വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. നല്ലോണം കൈവച്ചിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക. എന്നാൽ അതിൻ്റെ ഉള്ളിൽ ബബിൾസ് വരും കേട്ടോ ആ ഒരു സമയത്ത്. അപ്പോൾ ഇത് നല്ലോണം പൊങ്ങി വരികയും ചെയ്യും. നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ഇനി ഞാൻ എണ്ണ ചൂടാവാൻ വെച്ചിരുന്നു. അതിലേക്ക് നമ്മൾ കുറച്ചിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് പൊങ്ങി വരുന്നതെന്ന് തോന്നിയാൽ കറക്റ്റാണ്. ഇനി ഇതാ കുറേശ്ശെ മാവ് ഇതേപോലെ നുള്ളി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉഴുന്ന് വടൻ്റെ ആ ഒരു ഷേപ്പിൽ വേണമെങ്കിൽ വാഴൻ്റെ ഇലയിൽ പരത്തിയിട്ട് ഹോളിട്ടിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. നുള്ളി ഇട്ടതിന് ശേഷം ഇതേപോലെ ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് ഇതേപോലെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം കുറച്ചൊന്ന് ഗോൾഡൻ കളറായി വന്നാൽ നല്ല ഉൾഭാഗമൊക്കെ നല്ലോണം വെന്ത് കിട്ടും. ഈ ഒരു ചട്ടി ആകുമ്പോൾ നല്ലോണം ഉൾഭാഗമൊക്കെ നല്ലോണം വേവ് കിട്ടും. പെട്ടെന്ന് തന്നെ ഇരുമ്പിൻ്റെ ചട്ടി ആകുന്ന സമയത്ത് നല്ലതാണ്. ഇപ്പോൾ ഇതേപോലെയാണ് നമുക്ക് വേണ്ടത്. ഇതിനി നമുക്ക് കോരി മാറ്റാം.
നല്ല അടിപൊളി ഉഴുന്ന് വട ഇവിടെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റാണ് കേട്ടോ. മുകൾ ഭാഗം നല്ല ഞെരിവോട് കൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്ന് വടാന്നേ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് പറയണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത പുതിയ വീഡിയോയിൽ കാണാം.